കേട്ടോ എന്ന് നോക്കണ്ടേ ഈ ചെയിൻ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട്. ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത് പൊട്ടിയതല്ലേ, ഇനി അത് മാറ്റിക്കോ. കേട്ടോ ഞാനിതൊന്ന് ബോസിനോട് സംസാരിച്ചിട്ട് മാറ്റാമോ കേട്ടോ. ബിജുട്ടാ ഒരു കസ്റ്റമർ ചെയിൻ മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. റിപ്പയർ ചെയ്യേണ്ട കേസേ ഉള്ളൂ. അവർക്ക് മാറ്റാൻ തന്നെ നിർബന്ധം. ഇത് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ വെറുതെ കസ്റ്റമർക്ക് നഷ്ടമാക്കുന്നത്? ബിജുട്ടാ കസ്റ്റമർ മാറ്റം തന്നെ പറയുന്നത്. ഇന്ന് രാവിലത്തെ ഫസ്റ്റ് കച്ചവടമല്ലേ, നമ്മൾ വെറുതെ ഇത് കളയണം. വിജേഷ്, നിങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചത് എന്താ? ഫസ്റ്റ് ആയാലും ലാസ്റ്റ് ആവുന്നില്ല. കസ്റ്റമർക്ക് നഷ്ടമില്ലാത്ത കച്ചവടം. ആ കച്ചവടം നമുക്ക് വേണ്ടതല്ല പറഞ്ഞേ. ഇതൊരു കാര്യം ചെയ്യും, ഇത് റിപ്പയർ ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞോളൂ കസ്റ്റമറോട്. ഏട്ടാ ഈ ചെയിൻ ഉണ്ടല്ല, നല്ല ഉറപ്പുള്ള ചെയിനായത്. നമ്മൾ സ്ഥിരം യൂസിന് കൊടുക്കുന്ന സാധനം. അത് സുന്ദരി ചെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്തുള്ള കണ്ണി മാത്രമേ താഴ്ന്നിട്ടുള്ളൂ. നമുക്ക് അത് രണ്ട് ഭാഗം ഒന്ന് ജോയിൻ്റ് ആക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ വാങ്ങിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് തൂക്കം നല്ല തൂക്കമുണ്ട്. എത്ര തൂക്കമുണ്ട്? 2 പവൻ്റെ സാധനമാണെന്നല്ല. അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റുമേ. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ കണ്ണി ജോയിൻ്റ് ചെയ്യാം. ഓക്കെ. ആയിട്ടുണ്ട് കേട്ടാ. ഇതിനി ഒന്നുകൊണ്ടും പഠിക്കണ്ട. ഇനി വാങ്ങിയ പോലെ തന്നെ ഇനി പൊട്ടുന്ന പരിപാടിയില്ല, ഞാൻ കയറട്ടെ. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചേറുണ്ടേ. അപ്പോൾ ഞാൻ പറയും ഇതൊന്ന് പോളിഷ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പോലത്തെ ഉണ്ട്. പുതിയ വാങ്ങിയത് എങ്ങനെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാനൊന്ന് പോളിഷ് ആക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്താ വെച്ചാൽ ഇതൊന്ന് ചൂടാക്കണം. ചൂടാക്കി എൻ്റെ ചേറിലൊക്കെ അരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നിട്ടേ ഞാൻ പോളിഷ് ചെയ്യുള്ളൂ. കാരണം ഇതിപ്പോൾ പോളിഷ് ചെയ്തിട്ട് വരുമ്പോൾ എന്തെങ്കിലും തൂക്കം കുറഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതിനുള്ള ചേറ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചേറ് കളയാം. എന്നിട്ട് വെയിറ്റ് എടുത്തിട്ട് ഞാൻ പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഷബീറെ, വൈജേട്ടൻ വീണ്ടും നന്മമാരാവുന്നുണ്ടല്ലോ. നന്മയുള്ളോണ്ടല്ലേ ഷബീർക്ക വയ്യോണ്ട് ഇപ്പൊ ഒരു മുതലാളിയായേ. നിനക്കും നല്ല നന്മയുള്ള പക്ഷേ എന്നിട്ട് നീ ഏടി എത്തിയിട്ടില്ലല്ലോ, ഇങ്ങനെ ഇരിക്കാണല്ലോ ഇപ്പോഴും. അനക്ക് തിരക്കൊന്നുമില്ല ഷബീർക്ക, മെല്ലെ ആയാ മതി, ഞാൻ എവിടെയെങ്കിലൊക്കെ എത്തും. ഷബീറെ ഭയങ്കര നന്മയാണ്, നാട്ടുകാരെ മൊത്തം കുറ്റം പറയലാ പണി. ഇവള് വേഗം എവിടെയെങ്കിലും എത്തും. അപ്പോൾ ശരിക്കും ചൂടാക്കിന കേട്ടാ. എന്നാലും അതിൻ്റെ ചേറ് നമുക്ക് കരിഞ്ഞു കിട്ടൂളേ, അല്ലെങ്കിൽ ചേറിൻ്റെ വെയിറ്റ് കൂടി വരും. എന്നിട്ട് അതിൻ്റെ തൂക്കം ഒന്ന് വയ്ക്കാം. അപ്പോൾ ഏട്ടാ ഇത് അതിൻ്റെ വെയിറ്റാണ്. ഞാൻ നല്ല ഇത് പോളിഷ് ചെയ്തിട്ട് ഇപ്പം കൊണ്ടുതരാം കേട്ടാ. ചേട്ടാ ആയിട്ടുണ്ട് കേട്ടാ. സംഗതി ഇപ്പോൾ കേട്ടെ പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്. തൂക്കം സെയിം തൂക്കം കേട്ടാ. അപ്പോൾ ഇനി ചെയിനിന് ആദ്യം ഇതുപോലെ തഴഞ്ഞാലുണ്ടല്ല, ഞാൻ പറയുമ്പോൾ മാറ്റിയാൽ മതി. കാരണം നിങ്ങൾ ഇനി എവിടെയെങ്കിലും പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് മാറ്റണ്ട. ഇവിടെ വന്നാൽ ഞാൻ പറയാം മാറ്റേണ്ട സമയം മാറ്റിയാൽ മതി. എനിക്കൊന്ന് ഇനി ഇത് തയ്യൂ. ചെയിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് റിപ്പയർ തരും. അങ്ങനെ എത്ര വരെ പോകുന്നു അത്ര വരെ പോയിട്ട് ലാസ്റ്റ് മാറ്റിയാൽ മതി. ഓക്കെ. എന്നാട്ടാ ഞാൻ വലിയ ഉപകാരം, ഞാൻ മാറ്റം നേരിച്ചിട്ട് വന്നതായിരുന്നു. അത് സന്തോഷമായി. റിപ്പയറിലാക്കല്ലേ ഇതിൻ്റെ പൈസ എത്രയാണെന്നാവോ? ഏട്ടാ ജീസസ് ഗോൾഡിൽ റിപ്പയർ സർവീസ് റീപോളിഷ് എല്ലാം ഫ്രീ ആണ്. ഒന്നിനും പൈസ വേണ്ട ഏട്ടാ. നമുക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി. കൈകാൻ തട്ടെ ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇനിയും ഇങ്ങോട്ടേക്ക് തന്നെ വാ. ഓക്കെ ശരി ഏട്ടാ. എന്നാൽ